പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ ചിന്താവചനത്തിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും മറ്റൊരു വചനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എല്ലാവർക്കും ഏറെ സുപരിചിതവും പലരും മനഃപ്പാഠമാക്കി ഉരുവിടുന്നതുമായ ഒരു ദൈവവചനമാണ്. ഈ വചനം കൂടുതൽ ജനകീയവുമാണ്. കാരണം അക്രൈസ്തവരായ ധാരാളം മക്കൾ ഹൃദ്യസ്ഥമാക്കിയ ഒരു വചനമാണിത്. വചനം ഇതാണ്: കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പഴയ നിയമത്തിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനമാണിത്. പുറപ്പാട് യാത്രയിൽ ദൈവത്തോട് കലഹിച്ച ഇസ്രായേൽ ജനത്തിലെ കുറച്ചുപേർ കർത്താവ് അയച്ച അഗ്നേയസർപ്പങ്ങളുടെ ദംശനമേറ്റ് മരണമടഞ്ഞു. ജനം ഉടനെ മോശയുടെ നേതൃത്വത്തിൽ അപകടകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്താൻ ദൈവം മോശയോട് പറഞ്ഞു. സർപ്പദംശനം ഏൽക്കുന്നവർ പിച്ചള സർപ്പത്തെ നോക്കിയാൽ മരിക്കുകയില്ല എന്ന് ദൈവം അവർക്ക് ആശ്വാസം നൽകി. ആ സംഭവം ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ഇവിടെ സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കാരുണ്യം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏതു രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് സൗഖ്യം കിട്ടുകയുള്ളൂ. മരുന്നിനെയും വൈദ്യനെയും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വചന ചികിത്സയാണിതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയിലുള്ള വിശ്വാസമാണ് മരുന്നിലും വൈദ്യനിലും ആശ്രയിക്കുമ്പോഴും നമ്മിൽ ആദ്യം ഉണ്ടാകേണ്ടത്. ഒരു കാര്യം ഓർത്തു നോക്കുക. ഫലസ്തീനയായ ഗോലിയാത്തിനെ വകവരുത്താൻ ദാവീദ് എന്ന ചെറുപയ്യൻ്റെ കയ്യിലെ കവണിയും കല്ലുമാണോ കാരണമായതെന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ അത് ശരിയായ ധാരണയല്ല. ദാവീദ് തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നൊരു ഭാഗം 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ 47-ാം വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. വേറൊന്ന്, തങ്ങളെ പിന്തുടരുന്ന ഈജിപ്ത് സൈന്യത്തെ കണ്ട് ഭയന്ന ഇസ്രായേൽ ജനത്തെ മോശ ധൈര്യപ്പെടുത്തുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്നാണ്. പണിക്കാർ ഭവനം പണിയുമ്പോഴും കാവൽക്കാർ നഗരം കാക്കുമ്പോഴും കർത്താവിലുള്ള ആശ്രയമാണ് അവരെ വിജയത്തിലേക്ക് ചേർത്ത് നിർത്തുന്നത്. വചനം എന്നും രക്ഷയുടെ കവചമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം ശ്രവിക്കാം. ശ്രവിച്ച വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിക്കാം. ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. ആമേൻ.